ഞങ്ങളൊരു മാഗസിൻ നടത്തുന്നുണ്ട്, നാടകശാല മാഗസിൻ. അത് എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്നത്. ഇത് 62ാമത്തെ മാഗസിനാണ്. ഇതിനകത്ത് 32 പേരെ കൊണ്ട് ഞാൻ എഴുതിക്കുന്നു. 3000 കോപ്പിയുണ്ട്. ഇത് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ പരസ്യമായിട്ടൊരു 15 പേരുണ്ട്, 15,000 കിട്ടും. ബാക്കി എന്റെ മകൾ ഇപ്പോൾ നഴ്സാണ്, സൗദിയിലാണ്. എന്റെ ഒരു മകനുണ്ട്, മെഡിക്കൽ സർവീസിലാണ്. അവൻ കൂടെ ചേർന്നാണ് ബാക്കി ഇതിന്റെ തുക കളഞ്ഞ് ആരിൽ നിന്നും ഒരു നയാ പൈസ പിരിക്കില്ല. അങ്ങനെ ചാരിറ്റി ആയിട്ട് പോകുന്ന ഒരു സമിതിയാണ് നാടകശാല. ആ നാടകശാല ഇന്റർനാഷണൽ മൂവീസിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനൊരു ആശയം വരികയും ചെയ്യാമെന്ന് ഒരു മൂവി എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ മൂർനാട് പ്രസാദ് എൻ്റെ അടുത്ത കഴിഞ്ഞ മൂവി ചെയ്ത ആളാണ്, നമ്മുടെ സുഹൃത്താണ്. അതിന് മുമ്പ് മാത്രമല്ല, എൻ്റെ വൈഫ് അദ്ദേഹം ചെയ്ത ഒരു സീരിയലിനകത്ത് അഭിനയിച്ചൊരു 13 വർഷം അമ്മ അമ്മായി എന്ന് പറയുന്ന ഒരു സീരിയലിനകത്ത് അഭിനയിച്ച് അങ്ങനെയുള്ള പരിചയമുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് ചെയ്യാം, കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറഞ്ഞ ബഡ്ജറ്റ് ഇട്ടെങ്കിൽ തന്നെയും ഇപ്പൊ 1 കോടിയുടെ മുകളിലേക്ക് സംഭവം മാറിക്കഴിഞ്ഞു. കുറെ സിനിമാ താരങ്ങളുണ്ട്. പിന്നെ അജാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പുലിമുരുകനകത്ത് മോഹൻലാലിന്റെ ചെറുപ്രായത്തിൽ അനുഭവിച്ച് പുലിമുരുകൻ, ആ കുട്ടി ഇപ്പൊ മുതിർന്ന പുരുഷനായി, അവനെ നായകനാക്കി. പിന്നെ സാന്ദ്ര എന്ന് പറയുന്ന കുട്ടി ഇപ്പൊ ഡോക്ടറാണ്. അവള് പിന്നെ ചെറിയ ചാനലുകളിലൊക്കെ ചെറിയ വേഷം ചെയ്ത കുട്ടിയാണ്, അത് നായികയാക്കി. പിന്നെ നമ്മുടെ കുറെ അരിസ്റ്റോ സുരേഷ്, കൊല്ലം തുളസി, പിന്നെ ഗുരുവായൂർ ശിവജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കുടശനാട് കനകം, രശ്മി അനില്, പിന്നെ സാരംഗി, നിഷ സാരംഗി, പിന്നെ ചേട്ടർ ജയൻ, ഇങ്ങനെയുള്ള കുറെ സിനിമാ താരങ്ങളും എല്ലാവരെയും കൊണ്ടായി ചെയ്ത ഒരു 2 മണിക്കൂർ 10 മിനിറ്റുള്ള ഒരു സിനിമയാണിത്. ഇതിനകത്ത് 6 പാട്ടുകളുണ്ട്. ഈ 6 പാട്ടുകൾ നല്ല രീതിയിൽ, അജാസ് നല്ല നർത്തകനാണ്, അതുപോലെ ഈ നായിക ഹീറോയിൻ, അതുപോലെ തന്നെ നായിക നല്ല ഡാൻസറാണ്. നല്ല ഒരു 3 ഡാൻസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത്. അല്ലാത്ത ഈ വയലാർ സരസ്വതി വർമ്മ, ആലിങ്കൽ, രാജീവ് ആലിങ്കൽ, പിന്നെ മുരുകൻ കാട്ടാക്കട, ഇങ്ങനെയുള്ള ഒരു 5 പേരെ കൊണ്ട് 6 പാട്ടുകൾ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സസ്പെൻസ്, സിസാരൻ കൃഷ്ണകുമാർ, സൂര്യനാരായണൻ. പിന്നെ ഇതിന് സംഗീതം ചെയ്തതെന്ന് പറഞ്ഞാൽ SV വെങ്കടേഷ് എന്ന് പറയുന്ന മഹാന്റെ മകനാണ് ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സംഗീതവും ചെയ്തിരിക്കുന്നത്. പിന്നെ അജയ് രവി എന്ന് പറയുന്ന ഒരാളും കൂടി ഇതിന്റെ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സംഗീതത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു മൂവിയാണിത്. ഒരു സസ്പെൻസ് ഉണ്ട്, സസ്പെൻസ് ഉള്ളതാണ്. ഈ കൊലപാതകം മാത്രമല്ല, മനുഷ്യൻ എങ്ങനെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് ആ ചെറുപ്പക്കാരെ നമ്മൾ ഇന്ന് നയിക്കണം, അതിനെന്ത് ഗവൺമെന്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഇതിന്റെ സന്ദേശം കൊടുത്ത ഒരു മൂവിയാണ് ഇത് ചെയ്തിരിക്കുന്നത്.